കേരളോത്സവത്തിന് തുടക്കമായി. ജനുവരി 31 മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. യുവജനങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് കലാകായിക മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കുപ്പയിൽ കിടക്കുന്ന മാണിക്യങ്ങളെ തിരഞ്ഞുപിടിക്കുകയാണ് കേരളോത്സവത്തിലൂടെ സർക്കാർ ചെയ്യുന്നതെന്ന് ലതാദേവി പറഞ്ഞു. ഗ്രാമാന്തരങ്ങളിലായിരുന്നാലും നഗര ഭാഗങ്ങളിൽ ആയിരുന്നാലും ആ ചാരം മൂടിക്കിടക്കുന്ന മുത്തുകളെ, രത്നങ്ങളെ കലാ, കായിക, സാംസ്കാരിക മേഖലകളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുള്ള അതിബൃഹത്തായിട്ടുള്ള പരിപാടികളാണ് വിവിധ തലങ്ങളിലുള്ള കേരളോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തപ്പെട്ട് വരുന്നത്. സ്കൂളുകളിലായിരുന്നാൽ പോലും നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന ആളുകളാണ്. ഞാൻ അടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകൾ ജയന്തി നോക്കുന്നു. ജയന്തി നല്ല സ്കൂളില്, നഗരത്തിലെ സ്കൂളിലൊക്കെ പഠിച്ച കുട്ടിയാണ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ വളരെ കൊതിയോടുകൂടിയാണ് ഒരു റിങ് എടുത്തെറിയുന്ന ഒരു റിങ് ഉണ്ടല്ലോ, അതിനൊന്ന് തൊടാൻ കിട്ടിയെങ്കിൽ ഞാൻ സത്യത്തിൽ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വലിയ സ്പോർട്സുകാരിയായിട്ട് ഞാൻ അടക്കമുള്ള ആളുകള് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ വളർന്ന് വരുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം B ജയന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, അഡ്വക്കേറ്റ് ദിലീപ് കുമാർ, വിഷ്ണു ഭഗത്, S ഷബീർ, സയൂജ, ബിന്ദു VS തുടങ്ങിയവർ പങ്കെടുത്തു.